الحمد لله نحمده ونستعين به ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة المؤمنون أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم ما أغنى عنه ماله وما كسب ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ച കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പുതിയ തലമുറയിലെ ഉസ്താദുമാരും അതുപോലെ തന്നെ ആ രംഗത്തുള്ള ആളുകളുമൊക്കെ സജീവമായി ഖുർആനിനോടും ഹദീസിനോടും സച്ചരിതരായ പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും സഹാബത്തിന്റെയും ഒക്കെ അഭിപ്രായങ്ങളെ തള്ളിക്കളയുകയുമാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, ഖുർആനിലോ ഹദീസിലോ സഹാബത്തിന്റെ ചരിത്രത്തിലോ ഖുലഫാഉർ റാഷിദിന്റെ ചരിത്രത്തിലോ ഉമവി അബ്ബാസി കാലഘട്ടത്തിലോ ഒന്നും തന്നെ ഇല്ലാത്തതാണ് ഈ റബീഉൽ അവ്വലിലെ നബി ദിന ആഘോഷം. അത് തുടങ്ങി വെക്കുന്നത് ഫാത്തിമിയാക്കളാണ്. 3-ാം നൂറ്റാണ്ട് അവസാനം 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യമായിട്ട്. അതിലെ ഉബൈദിയാക്കളാണ് എന്നൊക്കെ പറയും. കുറച്ച് ആളുകൾ ഇതൊക്കെ ഖുർആനും ഹദീസും ഒക്കെ അനുസരിച്ചാണ് ഞങ്ങൾ ഇതൊക്കെ പ്രവർത്തിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുകയാണ്. ഖുർആനിൽ നിന്ന് പോലും തെളിവുകൾ കണ്ടെത്തുകയാണ്, പുതിയ പുതിയ തെളിവുകൾ. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഖുർആനിനെയും ഹദീസിനെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബുദ്ധിക്കോ നമ്മളുടെ ചിന്തക്കോ നമുക്ക് തോന്നുന്ന വിധത്തിലോ അല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഇസ്ലാം വിരുദ്ധരും ഒക്കെ പറയുന്നത് പോലെ എല്ലാറ്റിനും ഖുർആനിൽ തെളിവുണ്ടാവും. യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തതുപോലെ സഹാബത്ത് മനസ്സിലാക്കി പ്രവർത്തിച്ചതുപോലെ ആയിരിക്കണം പ്രവർത്തിക്കേണ്ടത്. രണ്ടാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സംഗതി ഖൈറുള്ളതാണ് എന്നറിഞ്ഞാൽ നമ്മളെക്കാളേറെ ആ കാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും സഹാബികൾ, റസൂലും സഹാബത്തും. ലൗ കാന ഖൈറൻ ലസബഖൂനാ ഇലൈഹി. ഏതൊരു സംഗതിയും അങ്ങനെയാണ്. ആലോചിക്കൂ, നമ്മളിത് ചെയ്യുന്ന ദീനിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിലെ ഏറ്റവും നല്ലതിനെ നമുക്ക് ചെയ്ത് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് സഹാബത്ത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ട് എങ്കിൽ നമ്മളെക്കാൾ മുൻപന്തിയിൽ അവരത് മുന്നിൽ നിൽക്കും. അപ്പൊ നമ്മൾ ചില വ്യാഖ്യാനങ്ങൾ സമാധാനത്തിന് വേണ്ടി പറയുന്നവർക്കും ഒരു സമാധാനം, അത് നടത്തുന്നവർക്കും ഒരു ആശ്വാസം എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കും. ഈയിടെയായിട്ട് കേട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അതുപോലെ ചില ആളുകളൊക്കെ അയച്ച് തന്നിട്ടുള്ള ചില കാര്യങ്ങൾ ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്.
ഒന്നാമതായി ഭൂരിപക്ഷം ആളുകളും ഇത് ചെയ്യുന്നു എന്നതാണ്. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇസ്ലാമിൽ ഭൂരിപക്ഷത്തിന് ഒരു സ്ഥാനവുമില്ല. മൊത്തത്തില് മതങ്ങളെടുത്തു നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന് ഭൂരിപക്ഷമല്ല. മുസ്ലിങ്ങളിലെ ഷിയ സുന്നി വിഭാഗത്തെടുത്ത് നോക്കൂ, അവിടെ സുന്നികൾക്ക് ഭൂരിപക്ഷം ഇല്ല, ന്യൂനപക്ഷമാണ്. എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്നിട്ടുള്ളത് ന്യൂനപക്ഷം ആളുകളാണ്. അതൊരാക്ഷേപമായിരുന്നു പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ. ഒമാ നറാക തബഅക ഇല്ലല്ലദീന ഹും അറാദിലുനാ ബാദിയർ റഈ. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് പെട്ടെന്ന് കയറിക്കൂടുന്ന ഒരുതരം ന്യൂനപക്ഷമല്ലാതെ നിന്റെ കൂടെ ഇല്ലല്ലോ എന്ന് അന്നത്തെ ജാഹിലുകള്, ഖുറൈശികള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചു. സ്വർഗത്തില് ഭൂരിപക്ഷം ഉണ്ടോ? ഇല്ലല്ലോ. ഭൂരിഭാഗം ആളുകളും നരകത്തിലായിരിക്കുന്ന, ഭൂരിപക്ഷത്തിന് ഒരു സ്ഥാനമില്ല. ഖുർആൻ അങ്ങനെ ഓതി നോക്കി, വലാകിന്ന അക്സറഹും, പക്ഷേ അധികം ആളുകളും. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടാകുക? ലാ യഖിലൂൻ ലാ യുഅ്മിനൂൻ ലാ യഖിലൂൻ ലാ യുഅ്മിനൂൻ. ഇങ്ങനെയാണ്. അധിക ആളുകളും ചിന്തിക്കാത്തവരാണ്, വിശ്വസിക്കാത്തവരാണ്, ആലോചിക്കാത്തവരാണ്. ഇങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. എവിടെ നിങ്ങൾ വലാകിന്ന അക്സറഹും എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം എന്ന് എവിടെ ഖുർആൻ നിങ്ങൾ കണ്ടാലും അതിന്റെ ബാക്കി നമ്മുടെ ഒരു ന്യൂനതയായിരിക്കും പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പറയാ, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദ്. ഈ ഭൂരിഭാഗത്തെ ആണ് നിങ്ങൾ പിൻപറ്റുന്നതെങ്കിൽ യുളില്ലുക അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ പഴിപ്പിക്കും. കാരണം ഈ യത്തബിഊന ഇല്ലല്ലന്ന, അവര് ലന്നിനെയാണ്, ഊഹാപോഹങ്ങളെയാണ് പിൻപറ്റുന്നത്. വഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അവരിങ്ങനെ ചില മതിപ്പ് കണക്കാക്കിയിട്ടാണ്. റസൂലുള്ളാഹ് വലിയ ആളല്ലേ, ബഹുമാനിച്ചില്ലെങ്കിൽ മോശല്ലേ, നബിദിനം ആഘോഷിച്ചില്ലെങ്കിൽ തെറ്റല്ലേ, ഒരു മഹാവ്യക്തിത്വമല്ലേ, ഇങ്ങനെ ഒരു മതിപ്പ് കണക്കാക്കിയിട്ട് മൊത്തത്തിൽ ഇങ്ങനെ കണക്കാക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ആ ഉസ്താദുമാരുടെയൊക്കെ ഒരു വിവരമുള്ളവരെന്നൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. അവരൊക്കെ ചില പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോ ഇത്രയും അന്തക്കേട് പിടിച്ചവരായോന്ന് തോന്നിപ്പോകും. ആ രൂപത്തിലാണ്. അറിയാഞ്ഞിട്ടായിരിക്കാം, ആരും വിമർശിക്കല്ല, പക്ഷെ മനസ്സിലാക്കണം എന്ന രൂപത്തിലാണ് പറയുന്നത്. അപ്പൊ ഭൂരിപക്ഷം എന്നതിനൊരു സ്ഥാനമില്ല, അത് വേറെ വിഷയം. രണ്ടാമത്തെ കാര്യം, സാധാരണക്കാരായ ആളുകൾക്ക് തോന്നുക നബിയെ സ്നേഹിക്കണ്ടേ, നബിയെ കുറ്റം പറയാണല്ലോ, ഇവര് നബിയെ സാധാരണ മനുഷ്യനാണെന്നൊക്കെയാണ് പറയുന്നത്. അത് വലിയ അബദ്ധമാണ്, ഭീകരമായ ഒരു തെറ്റാണ്. സാധാരണ ഒരു മനുഷ്യനാണ് നബി എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്താണ്, ഒരു സംശയമില്ല. മനുഷ്യനാണ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്, മലക്കല്ല. ഖുർആൻ പറയുന്നത് വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. നമുക്ക് നമ്മുടെ ദീൻ പഠിപ്പിച്ചു തരാൻ മനുഷ്യനായ പ്രവാചകനാണ് വരേണ്ടത്. അത് മലക്ക് വന്നാൽ ആ മലക്കിനെ നമുക്ക് കാണാനോ ഒന്നും കഴിയില്ല. അപ്പോഴും അള്ളാഹ് നമ്മളിലേക്ക് അയക്കുക മനുഷ്യനാക്കിയിട്ട് തന്നെയാണ്. അപ്പോഴും ഇതേ ഇൽത്തിബാസ്, കൺഫ്യൂഷൻ ഉണ്ടാകും എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ മലക്കിനെ അല്ല അയക്കുന്നത്. ഖുർആൻ പറഞ്ഞു, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലത്തെ മനുഷ്യനാണ്. പറയൂ നബിയെ, പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട്, യൂഹാ ഇലയ്യ, എന്നിലേക്ക് വഹ്യ് ലഭിക്കുന്നുണ്ട്. നബി സാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യനൊക്കെ നബിയല്ലല്ലോ, സാധാരണ മനുഷ്യന്മാരൊന്നും നബിയല്ല. ഇത് നബിയാണ്, മനുഷ്യനാണ്. ബശറൻ വലഇൻ ഇത്തബഅതും ബശറൻ മിസ്ലക്കും, നിങ്ങളെപ്പോലത്തെ ആരെ വാദാന്നറിയോ? ജാഹിലിയത്തിന്റെ വാദാണ്, ഖുറൈശികളുടെ വാദാണ്. നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനെയാണോ നിങ്ങൾ പിൻപറ്റുന്നത്? മനുഷ്യൻ പോരാ, അവൻ നബി എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാഴ്ചപ്പാടാണ്. മനുഷ്യനും അപ്പുറത്തുമുള്ള എന്തോ ഒന്നാണ്. ഇല്ല, അത് നമ്മൾ പറഞ്ഞതല്ല. ബുർദയില് ഇമാം ബൂസീരി അദ്ദേഹം പറയുന്നുണ്ട്, ബുർദ എന്ന് പറഞ്ഞാൽ നബിനെ ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, നബിയെപ്പോലും പടച്ചോനാക്കിയിട്ടും അള്ളാക്കിയിട്ടൊക്കെ പറയണ വരികളുള്ളതാണ്. പക്ഷെ അതിലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം.
മൊത്തത്തിൽ പറയാനുള്ളത് മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്. പക്ഷേ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, എല്ലാവരേക്കാളും ഉത്തമനായ ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി. അതേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ നബി ഒരു സാധാരണ മുഹമ്മദാക്കിയെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും, ഒരു സംശയമില്ല. നബി നിന്ദിക്കാനോ നിസ്സാരമാക്കാനോ പാടില്ല. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. അത് പറഞ്ഞിട്ടാണ് സാധാരണക്കാരായ ജനങ്ങളെ വെറുതെ യഥാർത്ഥ ദീനിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് പറയുന്നത് നബിനെ സ്നേഹിക്കണ്ടേന്നാണ്. സ്നേഹിക്കണ്ടേ, അത് നമുക്ക് തോന്നും നബിയെ സ്നേഹിക്കണം. അപ്പൊ സഹാബികളൊന്നും സ്നേഹിച്ചിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വരുന്ന അമ്പുകളെ സ്വന്തം മാറിടം കാണിച്ച് സ്വീകരിച്ചിരുന്നവരായിരുന്നു നബിയെ സ്നേഹിക്കുന്ന സഹാബികൾ. വലിയ റബീഉൽ മാസത്തില് ഒരു DJ പാർട്ടി പോലെ ഒരു ദഫ് മുട്ടേറ്റ് റോട്ടിൽ കൂടെ നടന്നിട്ടല്ല സ്നേഹിച്ചത്. സ്വന്തം മാറിടം കാണിച്ചു കൊടുത്തിട്ട് നേർക്ക് നേരെ വരുന്ന അമ്പിനെ സ്വയം സ്വീകരിച്ച സഹാബികളുണ്ട്. നമ്മളെ വാപ്പാന്റെ നേരക്ക് വരുന്ന അമ്പ് തടുക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടോ? തട്ടിയാ പിന്നെ കൊണ്ട് ചികിത്സിക്കും, ചിലപ്പോ ആശുപത്രി കൊണ്ടോ, അത് നമ്മൾ ചെയ്യും. അവനാന്റെ വാപ്പാൻ ആക്രമിക്കാൻ വരുന്നത് തടയാൻ ധൈര്യം ഇല്ലാത്തവനാ പറയണത്. എന്നിട്ട് സഹാബികൾക്ക് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? അവരൊന്നും ഈ ഒരു ദിനത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അങ്ങനെ ആലോചിക്കോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുക. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്തിബാണ്. അത് ഇൻഷാ അല്ലാഹ് അതന്നെ പറയാം, എന്ന് പറയാൻ വിചാരിച്ചതാണ്. പക്ഷെ ഇങ്ങനെ ചില കാര്യം പറയേണ്ടതുണ്ടാകൊണ്ട് അത് പറഞ്ഞത് മാത്രം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്തിബാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബി പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഇത്തിബാ നടത്തുക. അതാണ് വേണ്ടത്. എന്നെ അനുസരിക്കണം, എന്നെ പിൻപറ്റണം. എങ്കിൽ യുഹബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. അല്ലാഹു നിങ്ങൾ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപം പൊറുക്കും. അല്ലാഹ് അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഒരാളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ ആളെ അനുസരിക്കലാണ്. വാപ്പാനോട് ഇഷ്ടം എന്ന് പറയാൻ എന്താ? വാപ്പാനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാൽ വാപ്പ പറഞ്ഞത് കേൾക്കുക, വാപ്പാനെ ധിക്കരിക്കാതിരിക്കുക, അതാണ് ഇഷ്ടം. വാപ്പാനോട് ജീവിതകാലത്ത് മുഴുവനും ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ വാപ്പ മരിച്ചു പോയിട്ട് അങ്ങാടി പോയി എന്റെ വാപ്പ അങ്ങനെയായിരുന്നു, എന്റെ വാപ്പ അങ്ങനെയായിരുന്നു ചെല്ലിയ വല്ല കാര്യമുണ്ടോ? നാട്ടുകാർ തച്ചാട്ടൂലേ? ഇന്നിപ്പോ അതാ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സുന്നത്തും ജീവിതത്തിൽ പകർത്താതെ റബീഉൽ അവ്വൽ 12 റോട്ടിൽ നിന്നിട്ട് കുട്ടികളെ കൊണ്ടും വലിയൊരു സദറും ഉസ്താദും ഒക്കെ കൂടിയിട്ട് വിളിച്ചു പറയാണ് നബി അങ്ങനെയായിരുന്നു, നബി ഇങ്ങനെയായിരുന്നു. തഅസ്സിർ റസൂൽ വഅന്ത തസ്അമു ഹുബ്ബഹു. എടോ, നീ നബിയെ ധിക്കരിക്കാണോ? നീ നബിയോട് സ്നേഹമുണ്ട് എന്ന് വാദിക്കുന്നു. ഹാദാ ലഅംരി ഫിൽ ഖിയാസ് ശനീഉ. ഇത് വല്ലാത്തൊരു ഖിയാസ, ഒരു തുലനമാണ്. നബിയോട് സ്നേഹമുണ്ട് എന്ന് പറയുകയും നബിയെ ധിക്കരിക്കുകയും ചെയ്യുന്നുവോ? ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിന്റെ ഈ സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ നീ പ്രവാചകൻ പറയുന്നതിനെ അനുസരിക്കുമായിരുന്നു. കാരണം സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവനെ അനുസരിക്കും. അതാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ. ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കും. ജീവിതകാലത്ത് ഒരു തൊഴിലും കൊടുക്കാതെ ഭർത്താവ് മരിച്ചു പോയിട്ട് ഭർത്താവിന്റെ പേരിൽ എന്തെങ്കിലും എഴുതിണ്ടാക്കി പാട്ടുപാടിയാലൊന്നും സ്നേഹമാവില്ല. അപ്പൊ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇത്തിബാണ്. ഇത്തിബാ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതൊരു വിഷയം നമുക്ക് പറയാം, പഠിക്കാം. എല്ലാം രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം ഉറങ്ങുന്നത് വരെ എത്ര സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. സുബഹി നബിദിനത്തിന്റെ അന്ന് എല്ലാവരും സുബഹി നേരത്തെ, പിന്നെ പള്ളിക്കാരുമില്ല. എത്ര സുന്നത്തുകളാണ് ഇതൊക്കെ! ഒരു പ്രത്യേക ദിനത്തിൽ വെച്ച് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ഇതങ്ങോട്ട് ക്ലിയർ ആക്കിയാൽ എല്ലാം ക്ലിയറായി എന്ന രൂപത്തിലാണ് നമ്മുടെയൊക്കെ ചിന്തകൾ. അതുകൊണ്ട് പ്രവാചകന്റെ സുന്നത്താണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറയും തിങ്കളാഴ്ച നോമ്പ് പറ്റിയിരുന്നു. വേറൊരു കാര്യം ഇപ്പൊ കേൾക്കട്ടെ. തിങ്കളാഴ്ച നബി നോമ്പ് വെക്കാൻ പറഞ്ഞു. ആലോചിക്കുക, ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കൺഫ്യൂഷൻ ഉണ്ടാവും പല ആളുകൾക്ക്. നബിയോട് ചോദിച്ചു, തിങ്കളാഴ്ച സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കുന്നതിനെ സംബന്ധിച്ച് നബി തങ്ങളോട് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഫീഹി ഉലിതു വഫീഹി ഉൻസില അലയ്യ,
അന്ന് ഞാൻ ജനിച്ചു, അന്ന് എനിക്ക് വഹ്യ് കിട്ടി. അവിടെ ഏറ്റവും വലിയ പ്രാധാന്യം വഹീന. അവിടെ നബിദിനല്ല ചോദിച്ചത്, ജനിച്ച ദിവസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ ചോദിച്ചിട്ടില്ല. പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു ഞാൻ ജനിച്ചു. അതോടൊപ്പം അവിടെ നിർത്തിയിട്ടില്ല, അന്ന് എനിക്ക് വഹ്യ് കിട്ടി. ബിഅസത്തിനാണ് പ്രാധാന്യം, ബിഅസത്തിനാണ് പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നതിന് ഒരു പ്രാധാന്യവും ആരും കൽപ്പിച്ചിട്ടില്ല. കാരണം ജനനം കൊണ്ടല്ല, മരണം കൊണ്ടും പ്രവർത്തനം കൊണ്ടുമാണ് ഒരു മനുഷ്യൻ മാന്യനാകുന്നത്. അപ്പൊ തിങ്കളാഴ്ച നോമ്പ് ഏറ്റവും നല്ല. ഞാനൊരിക്കൽ കിതാബ് ഓതുന്ന കാലത്ത് ഉസ്താദിനോട് ചോദിച്ചു, അല്ല ഉസ്താദെ തിങ്കളാഴ്ച നമുക്ക് എന്നാല് നബിദിനത്തിന് നോൻപ് വെച്ചൂടെ ഈ പ്രാവശ്യം എന്ന് ചോദിച്ചു. വെറുതെ ചോദിച്ചതാ, അന്നിങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം തിങ്കളാഴ്ച ദിവസം നോമ്പ് വിൽക്കാൻ പറഞ്ഞിരിക്കുന്നത് നബിദിനാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു അത് പറ്റൂല. എന്താ അല്ല, അവിടെ ഏറ്റവും നല്ലൊരു അമല് പറഞ്ഞതാണ്. നബി ജനിച്ചെന്ന് നബി ഏറ്റവും നല്ലൊരു അമല് പഠിപ്പിച്ചെന്നാണ്. അപ്പോ ഞാൻ ചോദിച്ചു, അല്ല ഈ അമല് നോമ്പ് നിസ്കാരം അമലാണ്, മറ്റത് ഇഹ്തിഫാലാണ്, ആഘോഷമാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ റമളാൻ മാസത്തിൽ നമ്മളോട് അല്ലാഹു തആല നോമ്പ് വിൽക്കാനാ പറഞ്ഞത്. എന്നാൽ റമളാൻ നമുക്ക് ആഘോഷാക്കി മാറ്റിയാലോ, അതിന് കൂലിട്ടോ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് ചോദിച്ചു എന്നോട്, വഹാബി ആയിക്കണില്ലേ, വഹാബിയുടെ കോളേജിലാ പോണില്ലേ എന്ന് ചോദിച്ചു. വേറെ മറുപടി ഒന്നുമില്ല. ആ ചോദ്യം അങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ടു പോയി, അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. ഒന്നുമില്ല, വെറുതെ പറയാ, ഒരു ബന്ധുല്ല. അപ്പൊ തിങ്കളാഴ്ച ദിവസം നോമ്പ് നോൽക്കണം, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കണം. അന്ന് അമലുകൾ അള്ളാന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടും. റസൂലുള്ള പറഞ്ഞു, അന്ന് ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഖുർആനിലൊന്നുമില്ല. അപ്പൊ ഖുർആനിലുണ്ട് എന്ന് പറയണേ. ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിമിലെ 5-ാമത്തെ ആയത്ത്, സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്. ഇബ്രാഹിമിലെ 5-ാമത്തെ ആയത്ത് പറയേണ്ടത് അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. കുഴപ്പമില്ല, സംശയമല്ല, നമ്മളൊക്കെ അള്ളാന്റെ നിഅമത്ത് ഓർക്കണം. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അള്ളാന്റെ നിഅമത്ത് എടുത്തു പറയണമെന്നാണ്. അവിടെ ആരാ നിഅമത്ത്? ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ഒക്കെ അവിടെ അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവമാണ്. ഇന്നലെ ഒരു ഉസ്താദ് ഉണ്ട്, അതിങ്ങനെ പ്രസംഗിച്ചിട്ട് അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിക്കണം. അതുകൊണ്ട് ഒരു വലിയ അനുഗ്രഹം ഇത് കൊല്ലത്തിൽ ഒരു ഓർമ്മിപ്പിച്ചാൽ മതിയോ? നമ്മളെ എപ്പോഴും ഓർക്കാന്നാ പറഞ്ഞു. എപ്പോഴും നബിനെ സ്നേഹിക്കണം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെ പള്ളിയിലൊക്കെ പള്ളിയിൽ വേണം, നിസ്കാരത്തില്, അത്തഹയ്യാത്തില്, ബാങ്കില്, എവിടെയാണ് നബിനെ ഓർക്കാത്തത്? ഒരു സ്പെഷ്യൽ പ്രോഗ്രാം വെച്ച് ഓർക്കേണ്ടതില്ല. അങ്ങനത്തതല്ല ആ സ്നേഹം. അത് കഴിഞ്ഞേനും ഇനി അടുത്ത റബീഉൽ അവ്വൽ വരണം. മാത്രല്ല റബീഉൽ അവ്വൽ 12-നാണ് നബിദിനം എന്ന് യാതൊരു തെളിവില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അല്ലാത്ത തിങ്കളാഴ്ചയും നോമ്പ് വിൽക്കണ്ടേ? അത് നോമ്പ് വിൽക്കണം. അവിടെ തിങ്കളാഴ്ചക്കാണ് പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഖുർആൻ എടുത്തു പറയാം. ഖുർആനിലായത്ത് ദക്കിറുഹും ബി അയ്യാമില്ലാഹ്, അവർക്ക് അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കണം. സൂറത്ത് ഇബ്രാഹിമിൽ 5-ാമത്തെ ആയത്ത്. നിങ്ങൾ ഏത് തഫ്സീറും വേണമെങ്കിൽ വായിച്ചോളി, അതിലെങ്ങനെ ഉണ്ടോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം ആഘോഷിക്കാനുണ്ട്. മറ്റൊന്ന് പറഞ്ഞ സൂറത്ത് 58-ാമത്തെ ആയത്ത്. സൂറത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പൊ ആ 58-ാമത്തെ ആയത്തിൽ പറയുന്നത് എന്താ? യൂനുസ് 58-ാമത്തെ ആയത്ത്. അതിലെന്താ പറയണത്? ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ ഫളലും റഹ്മത്തും കൊണ്ടും സന്തോഷിക്കട്ടെ, അതാണ് ഏറ്റവും നല്ലത്. അപ്പൊ റഹ്മത്തല്ലേ മുഹമ്മദ് നബി. എന്താ കാരണം? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലോചിക്കുക പറഞ്ഞയിലെ വിഡ്ഢിത്തം. അവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് പ്രഗത്ഭരായ ഒരൊറ്റ മുഫസ്സിറുകളും പറഞ്ഞിട്ടില്ല, ഒരൊറ്റ തഫ്സീറിലും ഇല്ല. ഇബ്നു കസീർ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് തഫ്സീറിന്റെ ആളുകളെ എടുത്തു നോക്കി, ഇബ്നു കസീർ, ഖുർത്തുബി, അതിലൊന്നും പറഞ്ഞിട്ടില്ല. ഇനി ഖതാദ, മുജാഹിദ്, ഇങ്ങനെ കുറെ തഫ്സീറിന്റെ ആളുകളുണ്ട്, അവരാരും പറഞ്ഞിട്ടില്ല. അവരൊക്കെ പറഞ്ഞത് അവിടെ സന്തോഷിക്കാൻ പറഞ്ഞത് ഖുർആൻ കൊണ്ടാണ് എന്നാണ്. ഇനി ഒമാ അർസൽനാക, അള്ളാഹ് പറഞ്ഞത് ഒമാ ഔലദ്നാക എന്നല്ല, നിന്നെ ഞാൻ ജനിപ്പിച്ചത്
ലോകർക്ക് കാരുണ്യമായിട്ടെന്നല്ല, നിന്നെ ഞാൻ നിയോഗിച്ചത്, അയച്ചത് എന്നാണ്. അപ്പൊ എന്തുകൊണ്ടാ മനുഷ്യൻ സന്തോഷിക്കേണ്ടത്? നമുക്ക് നബിയെ കിട്ടി. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതി. ആലോചിക്കൂ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അവരിൽ നിന്ന് തന്നെ അവരെ പോലെ ചിന്തിക്കുന്ന മനുഷ്യനായ ഒരു പ്രവാചകനെ നിയോഗിച്ചു എന്നതാണ് അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. അതാണ് ഓർക്കേണ്ടത് എന്നാണ്. അപ്പൊ നബിയുടെ നുബുവത്താണ്, നബിയായതാണ്. നബി ജനിച്ചതല്ല, നബിയുടെ ഇർസാലാണ്. അതിനാണ് ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി വബിദാലിക ഫല്യഫറഹു. ആ നബി തങ്ങൾ കൊണ്ടുവന്ന ഖുർആനാണ്. അതുകൊണ്ട് തഫ്സീറിൽ കാണാതെ ഖുർആനാണ്, ഇസ്ലാമാണ്, ദീനാണ് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ. ഇതെന്താ വ്യാഖ്യാനം? വെറുതെ പറയുന്നേ. ഒരു ഫറഹ് എന്ന് കണ്ടു ഖുർആൻ നോക്കിയപ്പോ തെളിവില്ല എന്ന് നമ്മളൊക്കെ പറയുമ്പോ ഉസ്താദ് നോക്കിയപ്പോ ഒരു ഫറഹ്, സന്തോഷം, സന്തോഷിക്ക, അപ്പൊ നബിയുടെ സന്തോഷം. അങ്ങനെയല്ല. ആലോചിക്കൂ, ഈ ഖുർആൻ ആരാ നമുക്ക് പഠിപ്പിച്ചത്? മുഹമ്മദ് നബിയാണ്. ആരാ ചെയ്തത്? ഏറ്റു പറഞ്ഞത് സഹാബത്താണ്, ഖുലഫാഉർ റാഷിദാൻ. അവർക്കൊന്നും കിട്ടാത്തൊരു വ്യാഖ്യാനം ഇപ്പൊ കിട്ടിയെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതമാണ്. അപ്പൊ അതുകൊണ്ട് ഖുർആൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പിന്നെ നല്ല രസമാണ്. പിന്നെ ഖദീജാബിയുടെ മൗലൂദ് ഓതിയെന്ന് ഒരാൾ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഖദീജാബിയുടെ മൗലൂദ് ഓതിയിട്ട് ആടിനറുത്തിട്ട് വിതറി കേട്ടാ തോന്നും വല്ലാത്തൊരു മൗലൂദ്, ഖദീജ മൗലൂദ് ഉണ്ട് എന്നാണ്. ഉണ്ടോ അറിയില്ല കേട്ടോ, ഉസ്താദുണ്ടോന്ന് അറിയില്ല. ഖദീജ മൗലൂദ് ഉണ്ട് എന്നാ പറയുന്നത്. അന്ന് ആടിനറക്കും, എന്നിട്ട് എല്ലാവർക്കും കൊണ്ടേ കൊടുക്കും. എന്നൊക്കെയോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസ് പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ അറിയോ? ആയിഷ ബീവി പറ, എനിക്ക് ഏറ്റവും കൂടുതൽ ഗീറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കുളത്തി പോരും എന്നൊക്കെ പറയും മലയാളത്തിൽ. ഒരു പെണ്ണുങ്ങൾ തമ്മിലുണ്ടാകുന്ന ഒന്നിലധികം പെണ്ണുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന വിദ്വേഷത്തിനാണ് ഗീറത്ത് എന്ന് പറയാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഗീറത്ത് ഉണ്ടായത് ഖദീജ ബീവിയോടാണ്. എപ്പോ നോക്കിയാലും നബി തങ്ങൾ ഖദീജ ബീവിനെ പറ്റി ഇങ്ങനെ പറയും. എന്താ പറയാ? അതിനെ നമ്മൾ പറയാം ഖദീജ മൗലൂദ് തോന്നുന്നു. യുസാമ അങ്ങനെ പറയാം. എപ്പോ നോക്കിയാലും ഖദീജ മൗലൂദ് തോന്നുന്നു. ഇങ്ങനെ കേട്ടാ തോന്നുന്ന ഒരു തലക്കാണിയും കുറച്ച് അന്നേരത്തിരി ഒരു പായൊക്കെ എടുത്തിട്ട് മൈക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉസ്താദന്മാർ ഇങ്ങനെ വട്ടവൾ ചെയ്തിട്ട് ഖദീജ മൗലൂദ്, മങ്കൂസ് മൗലൂദ് ഓതുമ്പോൾ ഓതുന്നാണ് ഈ ആൾക്കാർ വിചാരം. ഈ സാധു പെണ്ണുങ്ങളെ വിചാരം അതാണ്. അങ്ങനെ ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കുക ഖദീജ മൗലൂദ് ദിവസം ഓതുന്ന അല്ല. നബി തങ്ങൾ എപ്പോഴും ഖദീജ ബീവിനെ പറ്റി പുകഴ്ത്തി പറയുന്നേ പറഞ്ഞ അർത്ഥമുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? കുല്ലമായത് ഭവിഷ്യാത്തൽ. നബിതങ്ങള് എപ്പോൾ ആടിനർത്താലും, അറബികൾക്കറിയാം, നമ്മളെ കോഴിയുടെ മാതിരിയാണ് വല്ല ആടിനെ എപ്പർത്താലും ഖദീജാന്റെ കുടുംബത്തിലേക്ക് ഒരല്പം കൊടുത്തയക്കും എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായി? മൗലൂദ് ഓതും ചെയ്യാ, ഉസ്താദന്മാരെ വിളിക്കും ചെയ്യാ, അതിനാടിനെ അറക്കും ചെയ്യാ, ആടിനെ അറുത്തിട്ട് മൗലൂദ് ഓതിയിട്ട് ഇറച്ചി വീട്ടുകൾ കൂടെ കൊടുക്കും ചെയ്യാന്ന് തെളിവായി. എന്തൊരു തെളിവാണ് ഈ മനുഷ്യന്മാരുടെ. പാവപ്പെട്ട ആളുകളൊക്കെ വിശ്വസിക്കും. ഭൂരിപക്ഷ ആളുകളും അങ്ങനെയാണല്ലോ. കാരണം ആദ്യം തന്നെ എല്ലാവരും പേച്ചോലാന്ന് പഠിപ്പിച്ചു കൊടുത്തിക്കാണ്. ഉസ്താദാണ് കാര്യപ്പെട്ട ആള് എന്നാണ്. ഞാൻ പറഞ്ഞേ, മഹല് നന്നാക്കാൻ കൊണ്ടുവരുന്ന ആൾക്കാരെ കോലാണിത്. സത്യം പറഞ്ഞു കൊടുക്കൂല. അപ്പൊ എന്താ സംഭവം എന്നറിയോ? അത് സിലത്തുർ റഹ്മ, കുടുംബ ബന്ധം പുലർത്തുക എന്നതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ അധ്യായത്തിലാണ് ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ കുടുംബ ബന്ധം പുലർത്തണം. നമ്മുടെ ഭാര്യ മരിച്ചാലും, നമ്മൾ വേറെ പെണ്ണെട്ടി ജീവിക്കുകയാണെങ്കിലും, നമ്മളെ കുടിയിലൊരു പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോ ആദ്യത്തെ ഭാര്യയെ മറക്കാൻ പാടില്ല, അതിലുണ്ടാകുന്ന കുട്ടികളെ മറക്കാൻ പാടില്ല, ആ ഭാര്യയുടെ അമ്മാനും ബാപ്പാനും ഒന്നും മറക്കാൻ പാടില്ല. അതുകൊണ്ട് അവരൊക്കെ വിളിക്കണം. നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ പരിപാടി ഉണ്ടാവുമ്പോ കുറച്ച് ഭക്ഷണമോ അല്ലെങ്കിൽ ഇറച്ചിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അവർക്കൊക്കെ കൊടുത്തേക്കണം. കുടുംബ ബന്ധം ഒരിക്കലും മുറിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇപ്പൊ എന്തായി? മൗലൂദ് ഓതണം. എന്താ കാരണം? എപ്പോഴും ചെയ്യാൻ പറ്റി പറയുന്നുള്ളത് ആടിനറക്കണം, എന്നിട്ട് കൊടുത്ത അങ്ങനെ വേണ്ടി മൗലൂദ് ഓതാൻ വേണ്ടി. ഇന്ന് നമുക്കൊരു ഖദീജാന്റെ മൗലൂദ് എല്ലാരും വരി ഒരു ആടിനറക്കാൻ നബി പറഞ്ഞിട്ടില്ല. കുല്ലമായത് ബഹുശാത്തൻ, എപ്പോൾ ആടിനറക്കുന്നുവോ ഒരു ഓഹരി അവിടെ എത്തിച്ചു കൊടുക്കുന്ന. അത് കുടുംബം. ഭാര്യ മരിച്ചു പോയാലും ആ ഭാര്യയുമായുള്ള കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല. ഇസ്ലാമിൽ അത്ര സ്ഥാനമാണ്. വെള്ളിയാഴ്ച പറയല്ലേ, വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അതിനു വേണ്ടിയിട്ടാണ് സദാസമയത്തും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ല ഒരിക്കലും എന്തല്ല, അത് ഇതിനു വേണ്ടിയിട്ടല്ല, മൗലൂദ് ഓതാനുള്ള ഒരു തെളിവായിട്ടല്ല. പിന്നെ ഞാൻ ഇന്നലെ അത്ഭുതം, കാര്യപ്പെട്ടൊരു ഉസ്താദ് വഖഫ് ബോർഡിലുണ്ട്. നമ്മുടെ NRC വന്നപ്പോ ശക്തമായിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ വിചാരിച്ചത് കുറച്ച് ഉഷാറാവുന്നതാണ്. പക്ഷെ അദ്ദേഹം വളരെ ദുർബലമായിട്ടൊരു വാദം പറഞ്ഞിട്ട് ഈ പ്രസംഗം കഴിഞ്ഞാൽ മുജാഹിദീങ്ങൾ മുഴുവൻ നോലും പിന്നെ എന്താ നബിദിനം ആഘോഷിക്കൽ തുടങ്ങുന്നതാണ് ഇതിന്റെ ടൈറ്റില്. ഈ പ്രസംഗം കഴിഞ്ഞതോടുകൂടെ എല്ലാ മുജാഹിദ് വായുന്ന പ്രശ്നമല്ല കേട്ടോ, ദീന്റെ കാര്യമാണ്. അവിടെ മറ്റതൊക്കെ ഓരോ സംഘടനാ സംബന്ധമായ കാര്യങ്ങൾ.
എന്താ പറയുക, ഇതാണ് കഴിയുമ്പോ എല്ലാവരും കൂടി മൗലൂദ് തുടങ്ങുന്ന. എന്നാ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ തുടങ്ങാലാന്ന് വിചാരിച്ച് കേട്ടോക്കുമ്പോ എന്താ നിങ്ങള്, അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചത് അബൂലഹബിനെയാണ്, സംശയമല്ല. അത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഖുതുബ തന്നെ നമുക്ക് പറയാം, അതിനെപ്പറ്റി നടത്താം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂലഹബിനെ ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ച ഒരു വ്യക്തി മാത്രം, വേറെ ആരെയും പേരെടുത്തിട്ട് ഖുർആനിൽ ആക്ഷേപിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, തൊട്ടടുത്ത ആയത്ത് ഇതൊക്കെ പൊളിയും. ഈ അബൂലഹബിന് സ്വർഗത്തിൽ നരകത്തിൽ നിന്ന് വിരലിന്റെ ഇടയിൽ കൂടെ ഒരു ജ്യൂസ് കിട്ടുന്നുണ്ട് എന്നാണ്, തിങ്കളാഴ്ച ദിവസം. അത് ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ മനുഷ്യൻ പറയാണ്. പൊതുജനം അറിഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ എനിക്കറിയില്ല. അറിയാതെയാണെങ്കിൽ അത് തിരുത്തണം, അറിഞ്ഞിട്ടാണെങ്കിൽ അത് വലിയ തെറ്റാണ്. കാരണം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത കാര്യത്തിൽ ബുഖാരിയിലുള്ളത് വെറും ഹദീസുകൾ മാത്രമല്ല. ഇമാം ബുഖാരി ചില കാര്യങ്ങളൊക്കെ അതിലെ ബാബൊക്കെ ബുഖാരി ഇമാം കൊടുക്കുന്നതാണ്. അതിൽ ചില കാര്യങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കും. ഉദാഹരണമായി മുർസലായ ഹദീസുകളുണ്ട്, അതിന് ഹദീസ് മുർസൽ എന്ന് പറയാം. മുർസലായ ഹദീസ് താബിഈങ്ങളിൽ ചിലരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. അത് ശരിയായിക്കോളണമെന്നില്ല, ചിലപ്പോൾ ശരിയാവാം, ചിലപ്പോൾ തെറ്റാം. അങ്ങനെ ഒരു സംഗതി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞറിയോ? ഖാല ഉർവ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു, ഒരു താബിഈൻ, അതിന് മുർസൽ എന്ന് പറയാം സാങ്കേതികമായിട്ട്. ഈ താബിഈൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. എന്താ സംഭവം എന്നറിയോ? അബൂലഹബ് മരിച്ചതിന്റെ ശേഷം അബൂലഹബിന്റെ ബന്ധുക്കൾ ആരോ അബൂലഹബിനെ സ്വപ്നം കണ്ടു. അപ്പൊ അബൂലഹബ് ചോദിച്ചു, എന്തൊക്കെയപ്പോ വിവരം, നരകത്തിലെ വർത്താനൊക്കെ ചോദിച്ചറിഞ്ഞു. അവൾ കാണുമ്പോ അങ്ങനെ ചോദിക്കുമല്ലോ. അപ്പൊ അബൂലഹബ് പറഞ്ഞു, മരിച്ചതിന്റെ ശേഷം ഒരു സുഖം കിട്ടിയിട്ടില്ല. പക്ഷേ ഇല്ലാ അന്നി സുഖീതു ഫീ കുല്ലി സിനൈൻ, എല്ലാ തിങ്കളാഴ്ചയും എനിക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ട്. ബിഇതാഖതി സുവൈബ, ഞാൻ സുവൈബയെ മോചിപ്പിച്ചു എന്നതുകൊണ്ട്. സുവൈബത്തുൽ അസ്ലമിയ്യ, നബിക്ക് പാല് കൊടുത്തിട്ടുണ്ട് പഴയ സമ്പ്രദായം അനുസരിച്ച്. ഇതിനെ അബൂജഹല് മോചിപ്പിച്ചിട്ടുണ്ട്, അബൂലഹബ് മോചിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു നന്മ ചെയ്തു. എന്നിട്ട് വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ ഹദീസിൽ. ആർക്കും വായിക്കാൻ കിട്ടും. ബുഖാരി അത്ര ഇവിടെ ഉള്ളതല്ല, നമ്മുടെ നാട്ടിലുള്ള കിതാബ് തന്നെയാണ്, വായിക്കാൻ കിട്ടും. ഇത്രേ ഉള്ളൂ. അതിനെ ഉസ്താദുമാര് വ്യാഖ്യാനിച്ചുണ്ടാക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്ന് കേട്ടപ്പോ തന്റെ മൗലയായിട്ടുള്ള അടിമയായിട്ടുള്ള സുവൈബത്തുൽ അസ്ലമിയയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിപ്പിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചു. ആ സന്തോഷം കൊണ്ടാണ് അടിമനെ മോചിപ്പിച്ചത്. ആ മോചിപ്പിച്ചത് കൊണ്ട് നരകത്തിൽ കിടക്കുന്ന അബൂലഹബിന് പോലും ശിക്ഷയിൽ ഇളവുണ്ട്. ഇല്ല, തെറ്റാണ്. മൂന്നാല് കാര്യങ്ങൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹം ബുഖാരിയുടെ വ്യാഖ്യാനം എഴുതിയ ആളാണ്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം തന്നെ അതിൽ പറയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ ഈ കാര്യത്തെ എതിർത്തതായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പറയണറിയോ? ഒന്ന്, സ്വപ്നം കണ്ടത് ദീനിൽ തെളിവല്ല. അഖീദയുടെ വിഷയത്തിൽ, ഇഅ്തിഖാദിയായ വിഷയത്തിൽ സ്വപ്നം തെളിവേ അല്ല. മനസ്സിലല്ലേ? ഒന്നാമത്തെ കാര്യം അതാണ്. ഇത് സ്വപ്നം കണ്ടത് ദീനിൽ തെളിവല്ല. അത് കൃത്യമായിട്ട് ബോധ്യപ്പെടണം. ആരെല്ലാം സ്വപ്നം കണ്ടു ചാകപ്പാടെ ദീനാക്കുകയാണെങ്കിൽ എന്താ കോലം? സ്വപ്നം കണ്ടതൊന്നും ദീനല്ല. ചില നോട്ടീസൊക്കെ അങ്ങനെ വരലുണ്ട്, അങ്ങനെ സ്വപ്നം കണ്ടു, അജ്മീറിന്ന് അത് കണ്ടു, ഇത് കണ്ടു, അതുകൊണ്ട് ഈ നോട്ടീസ് ഒരു 10 കോപ്പി എടുത്ത അതൊക്കെ ചില പ്രിന്ററും പ്രസ്സുകാരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഇത് കച്ചവടം കുറയുമ്പോൾ. അപ്പൊ ആൾക്കാരെങ്ങനെ എന്തായാലും ഇതിൽ 1000 കോപ്പി ഇത് അടിച്ചു കിട്ടാ ഭാഗ്യക്കുറി കിട്ടും എന്നൊക്കെ പറയാം. ഈ സാധനം ഭാഗ്യക്കുറി തന്നെ പറ്റൂല, ഇത് അടിച്ചു കിട്ടിയാൽ കിട്ടുന്ന ഓഫർ അതൊക്കെയാണ്. ആ ജാതി ഓഫറും വെച്ചിട്ടാ വരിക. അപ്പൊ സ്വപ്നം തെളിവല്ല. സ്വപ്നം കണ്ടത് പോലും ഇസ്ലാം, സ്വപ്നം കണ്ടത് അഖീദയിൽ തെളിവല്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഖുർആനെതിരാണ്. ഖുർആൻ പറയുന്നത് ശിക്ഷയിൽ യാതൊരു ഇളവും കൊടുക്കൂല. വല്ലദീന കഫറു ലഹും നാറു ജഹന്നം, അവിശ്വാസികൾക്ക് ജഹന്നമാണുള്ളത്. ലാ യുഖ്ലാ അലൈഹിം ഫയമൂതു, അവിടെ മരിക്കാൻ പോലും അവർക്ക് കഴിയില്ല. മരിക്കുകയാണെങ്കിൽ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ മരിക്കാൻ പോലും കഴിയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, ആ ശിക്ഷയിൽ നിന്ന് ഒരു തരത്തിലുള്ള ലഘൂകരണവും അവർക്ക് കൊടുക്കൂല. ശിക്ഷയിൽ ഒരു ഇളവും കൊടുക്കൂല എന്ന് അല്ലാഹു പറയാ. പിന്നെ എങ്ങനെ അബൂലഹബിന് ഇളവ് കൊടുക്കുന്നു ഇപ്പൊ പറയണേ? പറ്റൂല, കൊടുക്കൂല.
മാത്രമല്ല കദാലിക നജ്സി കുല്ല കഫൂർ, എല്ലാ കാഫിറുകൾക്കും അങ്ങനെയാണ് നാം ശിക്ഷ കൊടുക്കുക. അബൂലഹബിന് ഒരളവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നരകത്തിലെ കുറഞ്ഞ ശിക്ഷ അത് അബൂ ത്വാലിബിനാണ്. ഏറ്റവും കുറഞ്ഞ ശിക്ഷ കൊടുക്കുന്ന അബൂ ത്വാലിബിനാണ്. കാരണം റസൂലുള്ളാഹിനെ സംരക്ഷിച്ചയിൽപ്പെട്ട ഒരാളാണ് അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിന് പോലും നരകത്തിലെ ഏറ്റവും ഡോസ് കുറഞ്ഞ ശിക്ഷ ഇരുമ്പിന്റെ 2 പാദരക്ഷകൾ കാലിൽ ധരിപ്പിച്ചാൽ തലച്ചോറ് തിളക്കുന്നതാണ്, അല്ലാതെ ജ്യൂസ് കൊടുക്കുന്നല്ല. ഇരുമ്പിന്റെ 2 ചെരുപ്പ് കാലും ഇട്ട് കൊടുത്താൽ തലച്ചോറ് തിളക്കും. അതാണ് ഏറ്റവും ലഘൂകരിച്ച ശിക്ഷ നരകത്തിൽ കൊടുക്കുന്നത്. അല്ലാഹു പറയാ വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹ. അപ്പൊ ഖുർആനെതിരാണ് ഈ വാദം. പിന്നെ അബൂലഹബ് സൂറത്ത് മുഴുവതൊക്കെയാണ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ. അല്ലാഹു പറയാ അവന്റെ സമ്പാദ്യമോ അവന്റെ സമ്പത്തോ അവന് ഉപകരിച്ചിട്ടില്ല. അതുകൊണ്ട് അബൂലഹബ് എന്ത് ചെയ്താലും അതുകൊണ്ട് ഒരു കൂലിയും അല്ലാഹു കൊടുക്കൂല. മാത്രമല്ല അല്ലാഹു പറയുന്നുണ്ട് വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ വജഅൽനാഹു ഹബാഅൻ മൻസൂറാ. വിശ്വാസമില്ലാതെ അമലുകൾ ചെയ്താൽ ഞാൻ അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ അമലുകളെ മുഴുവൻ ധൂളികളാക്കി മാറ്റും, ദുന്യാവിൽ തന്നെ അതിന് പ്രതിഫലവും കൊടുക്കും എന്നൊക്കെ അല്ലാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനിനെതിരാണ്, ചരിത്ര സംഭവത്തിനെതിരാണ്. സുവൈബത്തുൽ അസ്ലമിയെ അബൂലഹബ് മോചിപ്പിച്ചത് നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചിട്ടല്ല. എന്തിനാ നിങ്ങള്? ഹിജ്റയിൽ സന്തോഷിച്ചിട്ടാണ്. ചരിത്രം പഠിക്കണം. ഹിജ്റയിൽ സന്തോഷിച്ചിട്ടാണ്. റസൂലുള്ള മക്കത്ത് നിന്ന് ഹിജ്റ പോയപ്പോ ഒരു ശല്യം ഒഴിവായി എന്ന നിലക്കാണ് അബൂലഹബ് സുവൈബയെ മോചിപ്പിച്ചത്. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ വിവരമുണ്ട് എന്നറിയുന്ന ഒരാള് ഇതാണ് കേട്ട വഹാബികൾ പോലും മൗലൂദ് ഓതാൻ തുടങ്ങുന്നു പറഞ്ഞിട്ട് പറയുന്ന പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഇത്. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ബുഖാരിയുടെ ശറഹിൽ ഇത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്, ആർക്കും അറിയാത്തതല്ല. അതുകൊണ്ട് അനാവശ്യമായ തെളിവുകൾ ഉണ്ടാക്കിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ അതുകൊണ്ട് ശ്രദ്ധിക്കണം. അല്ലാഹു പറയാ വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹി മിൻ ബഅദി മസ്തജീബ ലഹു. അള്ളാഹുവിന് കാര്യങ്ങളൊക്കെ ബോധ്യമായി ഉത്തരം ചെയ്തതിന്റെ ശേഷം അള്ളാന്റെ മാർഗത്തിൽ വെറുതെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് ഹുജ്ജത്തുഹും ദാഹിലത്തുൻ ഇൻദ റബ്ബിഹിം, അവരുടെ തെളിവുകൾക്ക് റബ്ബിന്റെ അടുത്ത് നിഷ്ഫലമാണ്. അലൈഹിം ഗളബുൻ, അവർക്ക് അള്ളാന്റെ ദേഷ്യമുണ്ടാകും. വലഹും അദാബുൻ ശദീദ്, അവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകും. അതുകൊണ്ട് ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജയിച്ച് പിടിച്ചു നിന്നിട്ട് കാര്യമില്ല, ഭൂരിപക്ഷം നോക്കി നിന്നിട്ട് കാര്യമില്ല. നമ്മളൊക്കെ മരണശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിം അലാ ഖാതിമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് തഖുല്ലാഹി ഇബാദല്ലാഹ്. ബഹുമാനരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കാൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഈ പള്ളി നടന്നു പോകുന്നത് ഈ പള്ളിയിൽ വരുന്നവരുടെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ്. അത് ഒരുപാട് കാലം മുമ്പ് മുതൽ തന്നെ അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെ മനോഹരമായി നല്ല സൗകര്യത്തോടു കൂടി നമ്മുടെ പള്ളി ആയിട്ടുണ്ട്. പള്ളിയുടെ മുകൾ ഭാഗത്തൊക്കെ ടൈൽസും കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു കളക്ഷൻ എല്ലാ മാസത്തിലും ഒരു ദിവസം ഒന്ന് ഒരുങ്ങി വന്നിട്ട്, സാധാരണ വീഡിയോകളൊക്കെ ഉണ്ടാവും, അതല്ലാതെ ഒന്ന് ഒരുങ്ങിയിട്ടുള്ള ഒരു കളക്ഷൻ സ്വീകരിക്കണമെന്ന് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചു. അതുകൊണ്ട് 2ാമത്തെ വെള്ളിയാഴ്ച KNM കേന്ദ്ര പള്ളി നിർമ്മാണ ഫണ്ടിലേക്ക് നമ്മൾ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട്. നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് എല്ലാ 4ാമത്തെ വെള്ളിയാഴ്ച, എല്ലാ മാസവും 4ാമത്തെ വെള്ളിയാഴ്ച നിങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി വരിക. കഴിയുന്ന എല്ലാവരും ഇവിടുത്തെ പള്ളിയിൽ വരുന്നവർ തന്നെയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. എല്ലാ കാര്യവും അവരെന്നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും അതിൽ പങ്കാളികളുള്ളവർ, അതുപോലെ ഇല്ലാത്തവർ അതനുസരിച്ച് പങ്കാളിയായി പ്രതിഫലം നേടാൻ വേണ്ടി കുറച്ചൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി എല്ലാവരും ഇനി ഒരു 4ാമത്തെ വെള്ളിയാഴ്ച വരുമ്പോൾ ഒന്ന് ഒരുങ്ങി വരണം എന്ന് നിങ്ങളോട് ആവശ്യപ്പെടാൻ വേണ്ടി കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം നിങ്ങൾ അറിയിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.